സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദമ്പതികളാണ് സൗഭാഗ്യ വെങ്കടേഷും അർജുൻ സോമശേഖറും. ഫാമിലി വ്ളോഗിംഗ് ആണ് പ്രധാനമായും ഇരുവരും ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇരുവരുടെയും കുടുംബാംഗങ്ങളും പ്രേക്ഷകർക്ക് പരിചിതരാണ്. അടുത്തിടെയായി അർജുൻ്റെയും സൗഭാഗ്യയുടെയും ഫാമിലി ഫോട്ടോകളിൽ രണ്ട് പുതിയ ആളുകളെ കൂടി കാണാം. അതൊരു അമ്മയും കുഞ്ഞുമാണ്. വിദ്യ എന്നാണ് സ്ത്രീയുടെ പേര്. അവരുടെ മകളാണ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി. അർജുൻ്റെ ചേട്ടനുമായി വിദ്യയുടെ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അർജുൻ്റെയും സൗഭാഗ്യയുടെയും ഫാമിലി ഫോട്ടോകളിൽ വിദ്യയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചകളും ആരംഭിച്ചിരുന്നു. ഒരു അടിസ്ഥാനവുമില്ലാത്ത വിവരങ്ങളാണ് വിദ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതെന്ന് പറയുകയാണിപ്പോൾ അർജുനും സൗഭാഗ്യയും. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ചേട്ടനും ഞാനും തമ്മിൽ 13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലാതെ ഉടനെ തന്നെ ചേട്ടനോട് പോയി കല്യാണം കഴിക്കാൻ ഞാൻ പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഉത്തരം പറയാനും എനിക്ക് അവനോട് പറയാൻ പറ്റില്ല. ചേട്ടൻ ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം പറയും, അല്ലാതെ ചേട്ടൻ ഒളിപ്പിച്ചു വെച്ചതല്ല. ഡാൻസ് പഠിക്കാൻ വന്നപ്പോൾ ചേട്ടനും വിദ്യയും കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ചു എന്നൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിച്ചത്. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കാനാണ്? കല്യാണം ഉടനെ ഉണ്ടാകും, അപ്പോൾ എല്ലാവരെയും അറിയിക്കാം. അർജുൻ പറഞ്ഞു. കുടുംബത്തിൽ പെട്ടെന്നുണ്ടായ മരണങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. സിനിമയിൽ കാണുന്നത് പോലെയായി ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള 2 വർഷം എല്ലാവരും കൂടി ചേർന്ന് സന്തോഷിച്ച് പൊളിച്ചു. സൗഭാഗ്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളെക്കാൾ സന്തോഷം എൻ്റെ ചേട്ടനും ചേച്ചിക്കുമായിരുന്നു. ആശുപത്രിയിൽ പോയി കൺഫേം ചെയ്യും മുമ്പ് അവർ സ്വീറ്റ്സ് വാങ്ങി വിതരണം ചെയ്തു. പ്രഗ്നൻ്റ് അല്ലെന്നെങ്ങാനും റിസൾട്ട് വന്നാൽ മൂഡ് ഔട്ട് ആകരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അവർക്ക് പക്ഷേ വിശ്വാസമായിരുന്നു. ആ ആളുകൾ മോളെ കാണാൻ ഇപ്പോൾ നമുക്കൊപ്പം ഇല്ലെന്നത് സങ്കടം തന്നെയാണ്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ചേട്ടന് മോൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞ് വരുമ്പോഴുള്ള ഇവരുടെ സന്തോഷം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോയി. സൗഭാഗ്യയുടെ അമ്മമ്മയും എൻ്റെ ചേട്ടത്തിയുമായെല്ലാം വളരെ സ്നേഹത്തിലായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പഴയ അഭിമുഖങ്ങളും ഇപ്പോഴത്തെ അഭിമുഖങ്ങളും കണ്ടാൽ ബാലയെയും അമൃതയും പോലെ തോന്നുന്നുവെന്നും കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അവരെയും വെറുതെ വിട്ടിട്ടില്ല. മറന്നിരിക്കുന്ന അവരെയും അത് ഓർമ്മിപ്പിക്കുകയാണെന്നും അർജുനും സൗഭാഗ്യയും പറഞ്ഞു. കോവിഡ് കാലത്താണ് അർജുൻ്റെ മാതാപിതാക്കളും ചേട്ടൻ്റെ ഭാര്യയും അസുഖം ബാധിച്ചു മരിച്ചത്. ചേട്ടൻ്റെ 2 മക്കളെയും സ്വന്തം മക്കളെ പോലെയാണ് സൗഭാഗ്യ സ്നേഹിക്കുന്നത്. ഞാൻ എത്ര തന്നെ തലകുത്തി നിന്നാലും എനിക്ക് അവരുടെ അമ്മയാകാൻ പറ്റില്ല. അമ്മയെന്നും അമ്മ തന്നെയാണ്. പക്ഷേ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആ ഫീല് വല്ലാത്ത തോന്നിപ്പിക്കാൻ നമുക്ക് പറ്റും. ചിലർ വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അനുവിനിതൊക്കെ ചെയ്തു കൊടുക്കുന്നത്, പൈസ ഉണ്ടാക്കാനാണോ ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതേ എന്ന് ഞാനും അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ആളുകളുമുണ്ട് നമുക്ക് ചുറ്റുമെന്ന് സൗഭാഗ്യ പറയുന്നു. എന്നെ അർജുൻ ചേട്ടൻ്റെ കുടുംബത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ